ഹായ് ഗൈസ്, ഇത് ടി എസ് എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള എ ഗെയിം ഓഫ് ചെസ് എന്ന സെക്ഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സോ ഞാൻ പറഞ്ഞു, ബറിയൽ ഓഫ് ഡെഡിൽ ദർ ഈസ് എൻ എലമെൻറ്റ് വിച്ച് ഇസ് എർത്ത്, ആൻഡ് ഹിയർ ഇൻ ഗെയിം ഓഫ് ചെസ് വി സി എയർ ആസ് ദാറ്റ് എലമെൻറ്റ്. ബറിയൽ ഓഫ് ഡെഡ് നോക്കുമ്പോൾ എ ഗെയിം ഓഫ് ചെസ് ഇസ് പ്രെറ്റി ഈസി ബിക്കോസ് എവറിത്തിങ് ഇൻ എ ഗെയിം ഓഫ് ചെസ് ഇസ് കണക്റ്റഡ് ജസ്റ്റ് ലൈക്ക് ദി ഗെയിം ഓഫ് ചെസ്. ഓക്കെ, ഇവിടെ രണ്ട് സ്റ്റോറീസാണ്, ടു ഡിഫറെൻറ്റ് സ്റ്റോറീസ്, ബോത്ത് ഓഫ് വിച്ച് ഇൻവോൾവ്സ് എ മാരീഡ് കപ്പിൾ. ഒരു അപ്പർ ക്ലാസ് കപ്പിളിൻ്റെയും ഒരു ലോവർ ക്ലാസ് കപ്പിളിൻ്റെയും സ്റ്റോറീസ് നമുക്ക് കാണാൻ പറ്റും. സോ എവറിത്തിങ് ഇസ് കണക്റ്റഡ്. സോ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ടെലിങ് അബൌട്ട് ഗെയിം ഓഫ് ചെസ്. ഗെയിം ഓഫ് ചെസ് എന്ന് പറയുന്നത് ഒരു കോൾഡ് ഇൻ്റലക്ച്വൽ ഗെയിമാണ്. കണ്ണിങ് ആയിരിക്കണം, സ്ട്രാറ്റജിക് ആയിരിക്കണം, ഒപ്പണൻറ്റിൻ്റെ മൂവ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗെയിം ആയിരിക്കണം. കംപ്ലീറ്റ്ലി എ കോൾഡ് കാൽക്കുലേറ്റിംഗ് ഗെയിം അല്ലേ? സോ ആ ഒരു കോൾഡ് കാൽക്കുലേറ്റിംഗ് സ്ട്രാറ്റജിക് ഗെയിമിനെ എങ്ങനെ നമ്മുടെ വേസ്റ്റ് ലാൻഡിൻ്റെ മീനിങ്ലെസ്നെസ്സും പേർപ്പസ്ലെസ്നെസ്സും നത്തിങ്നെസ്സും ഒക്കെ കാണിക്കാൻ നമ്മുടെ ടി എസ് എലിയറ്റ് യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് ലൈൻസ് ഓഫ് എ ഗെയിം ഓഫ് ചെസ്. The chairs she sat in, like a burnished throne, glowed on the marble with the glass held up by standards, wrought with fruited wines, from which a golden Cupidon peeped out. Another hid his eyes behind his wing. Double the flame of the seven-branched candelabra, reflecting light upon the table as the glitters of her jewels rose to meet it. So, ഈ ലൈൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സംതിങ് മെജസ്റ്റിക് ഇസ് ബീങ് ഷോൺ ആൻഡ് ദർ ഈസ് എ റെഫറൻസ് ഓഫ് ഷീ. സോ ഇറ്റ്സ് എ വുമൻ. ആൻഡ് ബേർണിഷ്ഡ് ട്രോൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഗോസ് ബാക്ക് ഓർ ഇറ്റ് ടെൽസ് എസ് എബൌട്ട് ഷേക്സ്പിയേഴ്സ് ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര. അതിലേക്ക് ഒരു റെഫറൻസ് കൊണ്ടുപോവാണ്. ആൻ്റണി ആൻഡ് ക്ലിയോപാട്രയിൽ നമുക്കറിയാം ഇവിടെ ഷീ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ദ thing which we are going to describe is Cleopatra and her majestic expensive room. അതാണ് മാർബിൾ അല്ലെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ ഫ്രൂട്ടഡ് വൈൻ, ക്യൂപ്പിഡൻ, സെവൻ ബ്രാൻഡ്സ് കാൻഡിലബ്ര. ഇതെല്ലാം കാണിക്കുന്നത് എ സിംഗിൾ തിങ് വിച്ച് ജസ്റ്റ് റെഫേഴ്സ് ടു ഹെർ എക്സ്പെൻസീവ് റൂം വിച്ച് ഷീ സിറ്റ്സ്. ആ ഒരു എക്സ്പെൻസ്, ആ ഒരു മെജസ്റ്റിക് ലുക്ക് കാണിക്കാനുള്ള കുറേ കാര്യങ്ങളാണ്. പക്ഷേ ഈ മെജസ്റ്റിക് ലുക്ക് കാണിക്കുന്നതോടൊപ്പം ദർ ഈസ് സംതിങ്, ഇവിടെ ഇപ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. സംതിങ് മെജസ്റ്റിക് ഇസ് ബീങ് നെറേറ്റഡ്. അതിൻ്റെ ഇടയിലൊരു നെഗറ്റീവ് സൈഡ് നമുക്ക് കാണാൻ പറ്റും. ആഫ്റ്റർ ദ ലൈൻ ഡബിൾ ദ ഫ്ലെയിംസ് ഓഫ് ദ സെവൻ ബ്രാൻഡ്സ് കാൻഡിലബ്ര. കാൻഡിലബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒരു ഓൾഡ് മൂവീസിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രീക്ക് പ്ലേസിൽ കാണാൻ പറ്റുന്ന ഒരു സെവൻ ബ്രാൻച്ച്ഡ് ആയിട്ടുള്ള കാൻഡിൽ ഹോൾഡറാണ്. വി ക്യാൻ പ്ലേസ് കാൻഡിൽസ്. ഈ കാൻഡിൽ ഹോൾഡറിന് വരുന്ന ലൈറ്റാണ് റിഫ്ലക്റ്റിംഗ് ലൈറ്റ് അപ്പോൺ ദ ടേബിൾ. സോ ഇത് നാച്ചുറൽ ലൈറ്റ് അല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ജസ്റ്റ് കീപ് ദിസ് വേർഡ് ആർട്ടിഫിഷ്യൽ ഇൻ യുവർ മൈൻഡ് ആൻഡ് ലെറ്റ്സ് മൂവ് ഫോർവേഡ്. സോ ദിസ് ഗെയിം ഓഫ് ചെസ് ടെൽസ് അബൌട്ട് ക്വീൻ ക്ലിയോപാട്ര, who is cold, independent, isolated and powerful. Cold, independent, isolated and powerful. And something artificial is being seen. പിന്നെ നമ്മൾ ഗെയിം ഓഫ് ചെസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അറിയാം ഹു ഈസ് മോസ്റ്റ് പവർഫുൾ, ദ ക്വീൻ. പക്ഷേ അപ്പോഴും അവിടെ ഒരു ഡൗട്ട് വരുന്നുണ്ടല്ലോ, കിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി തീർന്നില്ലേ? സോ അവിടെ ഒരു ഡൗട്ട് ഉണ്ട് അല്ലേ? വി ക്യാൻ മൂവ് ഫോർവേഡ് and see what's happening. From satin cases poured in rich profusion, in vial of ivory and colored glass, unstoppered lurked her strange synthetic perfume, and gent powder or liquid, troubled, confused, and drowned the sense in order, stirred by the air that freshened from the window. These descents in flattening the prolonged candle flames flung their smoke into lacquery, stirring a pattern on the coffered ceiling. ഇവിടെ എയർ എന്നുള്ള എലമെൻറ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബേണിങ് ആൻഡ് ദ ഫ്ലെയിംസ് ആൻഡ് ഓൾ ദീസ് ഇമേജറീസ് ഷോസ് ദ എയർ. ഓക്കെ, പക്ഷേ
ivory, colored glass, synthetic, powdered, powdered or liquid എന്നൊക്കെ നമുക്ക് വായിക്കുമ്പോൾ വി കാൺ സീ എനിത്തിങ് നാച്ചുറൽ. സോ അതാണ് ഞാൻ പറഞ്ഞത്, ആ ആർട്ടിഫിഷ്യൽ എന്നുള്ള വാക്ക് വി ക്യാൻ ജസ്റ്റ് ഇംപ്ലാന്റ് ദിസ് ആർട്ടിഫിഷ്യാലിറ്റി ഓഫ് ലൈഫ്. ഒന്നും ഒരു നാച്ചുറൽ അല്ല, അൺനാച്ചുറൽനെസ് ഓഫ് മോഡേൺ കെമിക്കൽസ് ആൻഡ് ഈവൻ മോഡേൺ ബ്യൂട്ടി. നമ്മൾ ബ്യൂട്ടീനെ എപ്പോഴും ആ ഒരു സിന്തറ്റിക് സൈഡാണ് നമ്മൾ നോക്കുന്നത്. കുട്ടിക്കൂറ പൗഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര ദൂരം വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. ആക്സസ് സ്പ്രേ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പേര് വേണമെങ്കിലും അടുത്ത് വരും. ആ ഒരു സിന്തറ്റിക് ബ്യൂട്ടീനെയാണ് നമ്മളിപ്പോൾ പ്രേസ് ചെയ്യുന്നത്. വി ക്യാൻ ഇമാജിൻ ഭയങ്കരമായിട്ട് പെർഫ്യൂം ചെയ്തിട്ടുള്ള ഒരു ആൾ അടുത്ത് വന്നു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് അത് ഭയങ്കര സഫ്ക്കേറ്റിംഗ് ആവും. ഹു ഡസൻറ്റ് വാണ്ട് ദിസ് സിന്തറ്റിക് ബ്യൂട്ടി ടു ഓവർ പവർ ദം. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഫേക്ക് അല്ലേ, ഒരു ഫേക്കോ ടോദി ബ്യൂട്ടീനെയാണ് അവിടെ കാണിക്കുന്നത്. Something artificial is being seen. Next lines. Huge seawood fed with copper, burnt green and orange, framed by the colored stone in which sad light a carved dolphin swam. അപ്പോൾ ഒരു പഴയ കാലത്തേക്കാണ്. ഓഫ് കോഴ്സ് ക്ലിയോപാട്രയുടെ റൂം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് 17th century. ഇറ്റ് ടേക്സ് us ലോങ് ബാക്ക്. ഒരു പഴയ കാലത്ത് ആ സമയത്ത് കോപ്പർ സീലിംഗ് ആയിരുന്നു കോമൺ. It might be uncommon to us, but at that time it was common. അതിലെ ലാസ്റ്റ് ലൈൻ, in which sad light a carved dolphin swam. So it's like they are trying so hard to bring the naturalness. So the room has taken the image of something natural and vibrant, ഒരു ഡോൾഫിൻ എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ അതൊരു ഡെഡ് കാർവിങ് മാത്രമാണ്. ഒരു സൂപ്പർഫിഷ്യൽ വേയിലാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു മോഡേൺ വേൾഡിൽ നമ്മൾ എന്തൊക്കെ നാച്ചുറലായിട്ട് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലാറ്റുകളിൽ കൂടുതൽ താമസിക്കുന്ന ആൾക്കാർ സൈഡിലൊക്കെ ഒരു ചെടിച്ചട്ടി വയ്ക്കാൻ നോക്കും, ഭയങ്കര നാച്ചുറലായിരിക്കാൻ. വീടിൻ്റെ അകത്ത് ഒരു മണി പ്ലാന്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ആ ഒരു നാച്ചുറാലിറ്റിക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ്. പക്ഷെ അത് കൂടുതൽ സൂപ്പർഫിഷ്യൽ ആവുകയാണ് ചെയ്യുന്നത് ഇൻ ദിസ് മോഡേൺ വേൾഡ് എന്നാണ്. Whatever we try to bring as natural is being more shown or portrayed as something synthetic, something lifeless, something fake, tawdry. Okay. Next lines. Above the antique mantle was displayed as though a window gave upon the sylvan scene the change of Philomel by the barbarous king, so rudely forced. Yet there the nightingale filled all the desert with inviolable voice, and still she cried, and still the world pursues jug jug to dirty ears. ഇവിടെ സെയിം റൂമാണ്, സെയിം എക്സ്പെൻസീവ് റൂമിൽ നിന്ന് ഒരു പോർട്രേറ്റിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുമ്പോൾ ദർ ഈസ് എ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഇമേജറി ഗോയിങ് ടു ഹാപ്പൻ. ഒരു ക്വീൻ പീസ്, മോസ്റ്റ് വാല്യുബിൾ പീസ് ഇൻ ചെസ്സിൽ നിന്ന് ദർ ഇസ് എ ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റ്. ഇവിടെ ഫിലോമില എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഫ്രം മെറ്റമോർഫോസിസ് റിട്ടൺ ബൈ ദ റോമൻ നെയിംഡ് ഓവിഡിൻ്റെ മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കിലേക്ക്, ഒരു പോയട്രിയിലേക്കാണ് നമ്മളിവിടെ കൊണ്ടുപോകുന്നത്. അത് ഒരു സിൽവൻ സീൻ എന്ന് പറയുന്നതും ഒരു ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റിലേക്കുള്ള ഒരു റെഫറൻസ് ആണ്. ഇറ്റ്സ് ലൈക്ക് അല്യൂഷൻ ടു ജോൺ മിൽട്ടൺസ് പാരഡൈസ് ലോസ്റ്റ്. നമ്മൾ ഈ സിൽവൻ എന്നുള്ള വാക്ക് മുമ്പും കിട്ടുന്നുണ്ട്. ഐ തിങ്ക് ഓട്ട് ഗ്രേഷ്യൻ ഏണിൽ സിൽവൻ ഹിസ്റ്റോറിയൻ എന്നൊക്കെ പറയുന്നുണ്ട്. സോ ആ ഒരു ആൻറ്റിക്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ ആ സ്റ്റോറിയിൽ വി ഡോണ്ട് സീ എ ക്വീൻ ക്ലിയോപാട്ര ബീങ് ട്രീറ്റഡ് ക്വീൻലി. വി സീ ദ സ്റ്റോറി ഓഫ് ഫിലോമില. ഈ ഫിലോമില എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ക്യാരക്ടർ. എന്താണ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് ടെൽ. ഷീ ഇസ് ഗെറ്റിംഗ് അബ്യൂസ്ഡ് ബൈ ഹെർ സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് കിങ് ടെറീഷ്യസ്, TEREUS, ടെറീസ്, വിച്ച് is denoted as the Barbarous king. അവിടെ he is raping her, abused
abuses her. അപ്പോൾ we see an abused, subjected, oppressed woman, Philomel. അവിടെയാണ് ഒരു വ്യത്യാസം. ക്വീൻ ടു ഫിലോമൽ, മോസ്റ്റ് പവർഫുൾ ടു ദ ലീസ്റ്റ് സബ്ജക്റ്റഡ് ഒപ്രസ്ഡ് വുമൻ. സോ ഇവിടെ ആ ഒരു സ്റ്റോറിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റേപ്പ് അറ്റംപ്റ്റ്, അബ്യൂസ് കഴിഞ്ഞപ്പോൾ വാട്ട് ദ കിങ് ടൊറിയസ് ഡസ് ഈസ് ഹി ജസ്റ്റ് കട്ട്സ് ഹെർ ടങ് ആൻഡ് ഹാൻഡ്സ് സോ ദാറ്റ് ഷീ ഡസൻ എക്സ്പ്രസ് ഹെർ ഗ്രീഫ് ടു ഹെർ സിസ്റ്റർ ഓർ എനിബഡി. ഒരു താജ്മഹൽ പണിതപ്പോൾ ഷാജഹാൻ ആ എൻജിനീയറിൻ്റെ എങ്ങനെയാണോ ആ ഒരു കൊന്നത് അല്ലെങ്കിൽ കൈവെട്ടിയത്, ആ ഒരു തോട്ട് തന്നെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു സെയിം ഇമേജറിയാണ് ഇവിടെ. അത് ഇനി ഈ ഒരു ഡീഡ് വേറെ ആരും അറിയരുത് എന്നുള്ളൊരു തോട്ടാണ് അവിടെ കിങ്ങിനുള്ളത്. ദാറ്റ് മേക്സ് ഹിം ബാർബറസ്. ഓക്കെ, അങ്ങനെ ഷീ അറ്റ് ലാസ്റ്റ് ദ സ്റ്റോറി എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ എക്സ്പ്രസസ് ഇറ്റ് ടു ഹെർ സിസ്റ്റർ ഇൻ സം വേ. ലൈക്ക് what she does is she tells her sister the truth by weaving her story into a tapestry. ടേപ്പസ്ട്രിയിൽ വീവ് ചെയ്തിട്ടാണ് പറയുന്നത്. ആൻഡ് ഷീ എസ്കേപ്സ് ഫോമിങ് ഇൻ ടു എ നൈറ്റിംഗേൽ. ദിസ് ജസ്റ്റ് എ സ്റ്റോറി. അപ്പോൾ നൈറ്റിംഗേൽ അവിടെ പാടുകയാണ്. ഷീ സിങ്സ് ദ സ്റ്റോറി ഓഫ് ഹെർ ഒപ്രഷൻ, ഷീ ഗെറ്റിംഗ് റേപ്പ്, ബട്ട് വാട്ട് വി ഹിയർ ഈസ് ജഗ് 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 ജഗ്. കാരണം എലിയറ്റ് ടെൽസ് ദാറ്റ് വി ആർ അൺഎഡ്യൂക്കേറ്റഡ്. നമ്മുടെ വിദ്യാഭ്യാസക്കുറവ് കാരണമാണ് നമ്മളെ ഡേർട്ടി ഇയേഴ്സ് എന്ന് പറയുന്നത്. വി ഡസൻ ബോദർ അബൌട്ട് സച്ച് തിങ്സ് എന്നുള്ളൊരു രീതിയാണ്. അതും വേറൊരു സിനാരിയോയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു ടൈമിലാണ് ടി എസ് എലിയറ്റ് ഇത് എഴുതുന്നത്. ദർ ഈസ് നത്തിങ് ലൈക്ക് റിലേഷൻഷിപ്പ് ഓർ ഇമോഷൻസ് ഓർ ഫീലിങ്സ്. വേറെ ആരുടെയും സങ്കടം കേൾക്കണമെന്നുള്ളൊരു ഇതില്ല. ഈവൻ വി ആർ ഡ്രൗൺഡ് ഇൻ അവർ സെൽഫ്, അവർ സിറ്റുവേഷൻ, ഹൗ പത്താറ്റിക് സിറ്റുവേഷൻ. അപ്പോഴാണ് പിന്നെ വേറൊരാളുടെ കഥ കേൾക്കുന്നത്. സോ അവിടെയാണ് ഒരു ഡേർട്ടി ഇയറിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്. സോ ഇവിടെ ലവ് വാസ് ഡീഗ്രേഡഡ്, ഡൗൺഗ്രേഡഡ് ബൈ റേസ് ആൻഡ് വോയിസ്, അബ്യൂസ്. അവിടെ ഡീഗ്രഡേഷനാണ്. റേപ്പും അബ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡീഗ്രഡേഷനാണ് നമുക്ക് കാണുന്നത്. മീനിങ്ലെസ് സെക്സ് ആണ് ഇവിടെ. ശരിക്കും ഓരോരുത്തരും ഒരു ഫിലോമില ക്യാരക്ടർ തന്നെയല്ലേ. ശരിക്കും വി ആർ നോട്ട് ഏബിൾ ടു പ്രൊവൈഡ് മീനിങ് ടു അവർ ഓൺ സ്റ്റോറി. ലൈക്ക് ദ ഇന്നബിലിറ്റി ടു പ്രൊവൈഡ് മീനിങ് ടു വൺ സ്റ്റോറി നെറേറ്റീവ് ഇൻ ദിസ് കെയോട്ടിക് വേൾഡ് ദാറ്റ് വി ലീവ് ഇൻ. ഒരുപാട് വോയിസസ് ഉണ്ട്, പക്ഷെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു മൾട്ടിപ്ലിസിറ്റി ഓഫ് വോയിസസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, ആരോട് എക്സ്പ്രസ് ചെയ്യണം, എക്സ്പ്രസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ദർ ഈസ് എ thousand thoughts going on in this chaotic world. So let's move forward. And other withered stumps of time were told upon the walls. Staring form leaned out, leaning, hushing the room enclosed. Footstep shuffled on the stairs. Under the firelight, under the brush, her hair spread out in fiery points, glowed into words, then would be savagely still. Savagely still എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പാർട്ട് എൻഡ് ചെയ്യുന്നത്. സോ സമൺ ഈസ് കമ്മിങ് ബൈ എന്നുള്ളത് ക്ലിയർ ആണ്. ലൈക്ക് സാവേജ്ലി സ്റ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മാരേജ് എടുക്കാം. മാരേജ് വെൻ സാവേജ്ലി സ്റ്റിൽഡ്, മാരേജ് എന്ന് പറഞ്ഞാൽ സാവേജ് ആവും. ആ ഒരു സ്റ്റിൽനെസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ഷുഡ് ബി മോഷൻ, emotions. Okay, so the story gets into a cut when someone just comes in. So we are all dumbly silent in our own ways. Appo someone is coming, and so whatever the story they had to tell, we are not going to hear it because there is someone. Aaran nokam. My nerves are bad tonight. Yes, bad. Stay with me. Speak to me. Why do you never speak? Speak. What are you thinking of? What thinking? What? I never know what you're thinking. Think. So we can see an aggression of a woman. So we can see some kind of story
being told by T S Eliot. Yes, this is the first story, the story of that upper class couple. എന്താണെന്ന് നമുക്ക് നോക്കാം. സോ വി ഫൈൻഡ് എ ടൈപ്പ് ഓഫ് ന്യൂറോട്ടിക് ബിഹേവിയർ. എന്തൊരു ന്യൂറോട്ടിക് ബിഹേവിയർ, ഈ സ്ത്രീക്ക് എന്തോ ഒരു പെശകുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് നമുക്ക് പോകാം. ആൻഡ് വി ഫൈൻഡ് ദാറ്റ് ദേ ആർ നോട്ട് ഓൺ ദ സെയിം പേജ്. ഷീ ഈസ് ട്രൈങ് ടു എക്സ്പ്രസ് സംതിങ് ആൻഡ് the man, the husband, is not ready to listen or something, or he is distracted somehow. So ഇവിടെ ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ കാണാം. ഇമോഷണൽ ആൻഡ് മെൻ്റൽ കൊളാപ്സ് ഓഫ് എ പേഴ്സൺ ആണ് ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നത്. വെൻ ഷീ സേസ് ദാറ്റ് നോ റിയൽ പ്രോസ്പെക്ട് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ബീങ് ഷോൺ. ഇവിടെ മനസ്സിലാക്കുക, ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു തോട്ട് തന്നെ ഇവിടെ ഇല്ല. ബിക്കോസ് ഇൻ ദിസ് chaotic വേൾഡ്, ഇൻ ദിസ് മോഡേൺ വേൾഡ് വെർ എവറിത്തിങ് ഇസ് ബീങ് എ chaos, വൺ ഡസൻ മൈൻഡ് ദ അതർ ബീങ് ടോൾഡ് സംതിങ്. എന്ത് ഇമോഷണൽ ആയിക്കോട്ടെ, എന്ത് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആയിക്കോട്ടെ, ആർക്കും ഇതിനെ പറ്റിയിട്ട് ബോധേഡ് അല്ല, അല്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ് ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു തോട്ടാണ്. റിലേഷൻഷിപ്പേ വേണ്ട എന്നുള്ളൊരു കൈൻഡ് ഓഫ് സിനാരിയോ ആണ്. And the man replies, I think we are in Rat's Alley, where the dead men lost their bonds. റാറ്റ്സ് ആലി എന്ന് പറയുമ്പോൾ ഒരു വേൾഡ് വാർ വണ്ണിൻ്റെ ഒരു സിനാരിയോയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ദ ഡെഡ് മെൻ ലോസ് ദെയർ ബോൺസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മോഡേൺ ഡീക്കേ ഇവിടെ സിംബിളൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ റാറ്റ്സ് ആലിനെ നമുക്കൊരു സ്പിരിച്വൽ സ്റ്റെറിലിറ്റി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് എവറിത്തിങ് ഇസ് ഗെറ്റിംഗ് ഡീകമ്പോസ്ഡ്, സ്റ്റെറൈലായിക്കൊണ്ടിരിക്കുകയാണ്. സോ ദേ ഡോണ്ട് ഹാവ് എ ഫേം ഫൗണ്ടേഷൻ ഓൺ വിച്ച് ദേ ക്യാൻ ഓപ്പറേറ്റ്. അത് നമുക്ക് ഇനി കൂടുതൽ അടുത്ത വരികളിൽ മനസ്സിലാവും. വാട്ട് ഈസ് ദാറ്റ് നോയ്സ്? ഇവിടെ ആ സ്ത്രീ പിന്നെ സംസാരിച്ചു തുടങ്ങുകയാണ്. വാട്ട് ഈസ് ദാറ്റ് നോയ്സ്? ദ വിൻഡ് അണ്ടർ ദ ഡോർ. വാട്ട്സ് ദാറ്റ് നോയ്സ് നൗ? വാട്ട് ഈസ് ദ വിൻഡ് ഡൂയിങ്? നത്തിങ്. അഗൈൻ നത്തിങ്. ഡു യു നോ നത്തിങ്? ഡു യു നോ നത്തിങ്? Do you see nothing? Do you remember nothing? So there is this word nothing going on because they don't have a firm foundation again. അവിടെ he knows nothing, he sees nothing, he remembers nothing. So അവിടെ കംപ്ലീറ്റ് നത്തിങ്നെസ് ആണ്, ഡംനെസ് ആണ്, മീനിങ്ലെസ്നെസ് ആണ്. പിന്നെ ഈ ഡു യു നോ നത്തിങ് എന്ന് ഉപയോഗിക്കൂ. ഡു യു നോ എനിത്തിങ് എന്നല്ലേ നമ്മൾ ചോദിക്കുള്ളൂ. ഡു യു സീ എനിത്തിങ് എന്നല്ലേ ചോദിക്കുള്ളൂ. സോ വൈ നത്തിങ്? എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും എന്നുള്ളൊരർത്ഥമുണ്ട്. ഹിയർ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് നത്തിങ്നെസ്. നത്തിങ്നെസ് ഓഫ് മോഡേൺ ലൈഫ് വിത്ത് ഓൾ ഇറ്റ്സ് ഷാലോനെസ് ഇസ് ബീയിങ് സീൻ. അവിടെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ കൊളാപ്സ് ഓഫ് എ പേഴ്സൺസ് മൈൻഡ് ആണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഗൈൻ വെൻ വി കണ്ടിന്യൂ വി ക്യാൻ സീ ദിസ് കോൺസെപ്റ്റ് ഓഫ് നത്തിങ്നെസ് ആൻഡ് സ്പിരിച്വൽ ഡീക്കേ. I remember those are pearls that were his eyes. Are you alive or not? Is there nothing in your head? അവിടെ കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് ഹിയർ വി ആർ ഗോയിങ് ബാക്ക് ടു ദാറ്റ് പേൾ ഇൻ വൺസ് ഐ. അത് ടെംപെസ്റ്റ്, എഗെയിൻ ആ ബറിയൽ ഓഫ് ഡെഡിൽ കണ്ട അതേ റെഫറൻസ് ആണ് ഷേക്സ്പിയറിൻ്റെ ടെംപെസ്റ്റിലേക്ക്. സോ വി സീ അഗെയിൻ ആൻ ഇമേജ് ഓഫ് റീബർത്ത്. സോ എ പാർട്ട് ഓഫ് മാരേജ് വിച്ച് ഇസ് ലൂസിങ് മീനിങ്. അവിടെ ഒരു മീനിങ് ലോസ് ആണ് ഇവിടെ കാണുന്നത്. ഡു യു സീ നത്തിങ്? ഈസ് ദ നത്തിങ് ഇൻ യുവർ ഹെഡ് എന്നൊക്കെ ചോദിക്കുന്നത്. സോ ദിസ് ഇമേജ് ഓഫ് എ ഹാർട്ട് ആൻഡ് ഡെഡ് സോൾ ലീഡ്സ് ബാക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ ഓഫ് വെദർ യു ആർ ഈവൻ അലൈവ് ഓർ നോട്ട്, ലിവിങ് ഡെഡ്, സ്പിരിച്വൽ നംബ്നെസ്. ആ ഒരു പേർപ്പസ്ലെസ്നെസ് ഓഫ് ലൈഫ്, മീനിങ്ലെസ്നെസ് ഓഫ് ലൈഫ് എല്ലാം ഇതിലേക്ക് വരികയാണ് വീണ്ടും. ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, റിലേഷൻഷിപ്പിന് വിലയില്ലാതാവുക. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിനെ വേറൊരു കണക്ട് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോവർ ബീച്ചിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മാത്യു അർണോൾഡിൻ്റെ അവിടെ ഒരു സിമിലർ സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വേൾഡ് ഇസ് കംപ്ലീറ്റ് കെയോസ്, ബട്ട് അറ്റ് ലാസ്റ്റ് ലൈൻ ഹി സേസ് ദാറ്റ് അവിടെ ഒരു ലവ് ഫാക്ടർ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആളെ ട്രസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് വുഡ് ബി ഫൈൻ. പക്ഷേ ഇൻ ദിസ് വി സീ ദർ ഇസ് നോട്ട് ഈവൻ ദാറ്റ് ഫാക്ടർ. സ്വന്തമായിട്ടൊരു കംഫേർട്ട് തരാനായിട്ടൊരാളില്ല. ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആണ് കാണുന്നത്. ദെൻ ദർ ഇസ് നോ ഹോപ്പ് ഇൻ ദിസ് വേൾഡ് ലിവിങ്.
So it's complete existential crisis going on. But that Shakespearean rag, it's so elegant, so intelligent. What shall I do now? What shall I do? I shall rush out as I am and walk the street with my hair down. So, what shall we do tomorrow? What shall we do ever do? What shall we ever do? ഓക്കെ, അവിടെ വീണ്ടും ഒരു കംപ്ലീറ്റ് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് തന്നെയാണ് നമുക്ക് കാണുന്നത്. ആദ്യം നമ്മൾ ബട്ട് വെച്ച് തുടങ്ങുമ്പോൾ വി ഫൈൻഡ് ദാറ്റ് ദർ ഈസ് സംതിങ് റിഡീമിങ് ഗോയിങ് ടു ബി സെറ്റ്. ഇവിടെ ദാറ്റ് ഷേക്സ്പീരിയൻ ഡ്രാഗ് എന്നൊക്കെ പറയുന്നത് ഒരു ഇർവിൻ ബേർലിൻ്റെ ഒരു ദാറ്റ് മിസ്റ്റീരിയസ് റാഗ് എന്നുള്ള ഒരു വർക്കിലേക്കാണ്, ഒരു പോപ്പുലർ സോങ് ഓഫ് ടി എസ് എലിയറ്റ്സ് ടൈമിലേക്കാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഷേക്സ്പീരിയൻ റാഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലാസ്റ്റ് ലൈൻസിൽ ടെമ്പസ്റ്റ് ലൈൻസ് പറഞ്ഞതുകൊണ്ടായിരിക്കും, ടെമ്പസ്റ്റിനെ കോട്ട് ചെയ്തതുകൊണ്ടായിരിക്കും ഷേക്സ്പീരിയൻ എന്നുള്ള വാക്ക് മാറ്റിയത്. സോ അഗെയിൻ വി സീ ദാറ്റ് the people in this poem really don't know what to do with their time, since they don't even know what activities are worthwhile or meaningful. ഇത്രയും മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു ലൈഫിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വലുതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, അതായത് ലാസ്റ്റ് വാട്ട് ഷാൽ ഐ ഡു നൗ, എൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം നോക്കുന്നത്. വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ട് ഷാൽ വി ഡു ടുമാറോ, പിന്നെയാണ് നമ്മളുണ്ടെന്ന് മനസ്സിലാവുന്നത്. ബട്ട് ദെൻ ഷീ റിമെമ്പേഴ്സ് ദ സിറ്റുവേഷൻ, ദാറ്റ് കയറ്റിക് വേൾഡ്. വാട്ട് ഷാൽ വി എവർ ഡു, അവിടെ ഒരു ഇറ്റേർണൽ ഫിയറാണ്, ലിവിങ് ഡെഡ് എന്നുള്ളത് വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്യാണ്. ദർ ഇസ് എ കംപ്ലീറ്റ് ലോസ് ഓഫ് റിലീജിയൻ സ്പിരിച്വാലിറ്റി ഇൻ ദിസ് മോഡേൺ വേൾഡ് ആൻഡ് നോ വൺ നോസ് വാട്ട് ടു ഡു വിത്ത് ദെയർ ലൈഫ്സ്. ദേ ആർ ജസ്റ്റ് ലിവിങ് ഡെഡ്. അവിടെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റീബർത്ത് ഉണ്ടാവും എന്നുള്ളപ്പോൾ ഒരു തോട്ടും കൂടിയും ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് എന്താ, ദർ ഈസ് നോ സ്പിരിച്വാലിറ്റി ലെഫ്റ്റ് ഇൻ ഹ്യൂമൻസ്. അപ്പോൾ ജീസസിനെ ബിലീവ് ചെയ്യുന്നവർക്ക് അവിടെ റീബർത്ത് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ദേ ഡസൻറ്റ് ബിലീവ് ഇൻ ദംസെൽഫ്, ദെൻ ഹൗ ക്യാൻ ദേ ബിലീവ് ഇൻ ആൻ എക്സ്റ്റേർണൽ പവർ, ഗോഡ്? ഓക്കെ, അതാ ഒരു സിറ്റുവേഷനാണ്. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, നത്തിങ്നെസ്, മീനിങ്ലെസ്നെസ് എല്ലാം ഇവിടെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ത്രൂ ദ സ്റ്റോറി ഓഫ് എ കപ്പിൾ. ആൻഡ് ഇഫ് ഇറ്റ് റെയിൻസ്, the hot water at 10, and if it rains, a closed car at 4, and we shall play a game of chess, pressing lidless eyes and waiting for a knock upon the door. So a game of chess എന്നുള്ളത് ആദ്യമായിട്ട് ഇവിടെ വരികയാണ്. ഇവിടെ ഷീസ് മേക്കിംഗ് പ്ലാൻസ് ഫോർ വാട്ട് ടു ഡു, ബട്ട് we can see that their marriage is reduced to just a game of chess. അവിടെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു മിയർ ഗെയിം ഓഫ് ചെസ്സിലേക്ക് മാറിയിരിക്കുകയാണ്. അവിടെ എന്താ ഗെയിം ഓഫ് ചെസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരാളെങ്ങനെ മറ്റൊരാളെ തോൽപ്പിക്കാം, മറ്റൊരാളെ ഔട്ട്വിറ്റ് ചെയ്യാം എന്നുള്ള ഒരു സ്ട്രാറ്റജൈസ് ചെയ്യാം എന്നുള്ളൊരു തോട്ടിലാണ്. മാരേജ് ഇസ് നോട്ട് ലൈക്ക് ഔട്ട്വിറ്റിംഗ് ഓർ സ്ട്രാറ്റജൈസിങ് ലൈക്ക് യുവർ എനിമീസ്. മാരേജ് എന്ന് പറയുമ്പോൾ അത് രണ്ടുപേരും ഒരുമിച്ച് ഒരേപോലെ ഹാപ്പി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഷുഡ് ബി മോർ ലൈക്ക് എ ഹാപ്പി ഗെയിം. പക്ഷെ ഇവിടെ ഒരു റിവെഞ്ച്ഫുൾ കൈൻഡ് ഓഫ് ഗെയിമാണ്. കില്ലിങ് വൺ ഐവറി പീസ്, ലൈക്ക് സോൾജറിനെ കൊല്ലുന്നു, അങ്ങനെ ദർ ഇസ് ഹോൾ ലോട്ട് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് കില്ലിങ് ഓഫ് ഇൻ ദിസ് ഗെയിം ഓഫ് ചെസ്. ഇറ്റ്സ് എ ലൈഫ് ഗെയിം. ഓക്കെ, അപ്പോൾ വി സീ ദാറ്റ് കെയോട്ടിക് സിറ്റുവേഷൻ അഗെയിൻ, അവരുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു സംഭവം. ആൻഡ് ദ ഐവറി എന്ന് പറയുമ്പോൾ ആ ഒരു ഐവറി പീസ്, ദാറ്റ് ഗെയിം ഓഫ് ചെസ് ഇസ് കൺട്രോളിങ് ദെയർ ലൈഫ്, ആൻഡ് ദ ഓൺലി കമ്മ്യൂണിക്കേഷൻ ദേ ഹാവ് സീം ടു ഹാവ് ഈസ് ദാറ്റ് ഗെയിം ഓഫ് ചെസ്, ദാറ്റ് ചെസ് ഗെയിം. ആൻഡ് നോക്ക് അപ്പോൺ ദ ഡോർ. ഈ നോക്ക് എന്ന് പറയുന്നത് മേ ബി ഡെത്ത്. ദേ ഹോപ്പ് ടു ഗെറ്റ് എ നോക്ക് ഫ്രം ഡെത്ത്, നോക്ക് ഓൺ ദ ഡോർ ഫ്രം ഡെത്ത്. കാരണം നമ്മൾ ആ സിബിലിൻ്റെ ആ ഒരു തോട്ടിലേക്ക്, ഷീ ഈസ് ഹാവിങ് ആൻ ഇറ്റേർണൽ ലൈഫ്, ഇറ്റേർണൽ ഏജിങ്, ആൻഡ് ഷീ വാണ്ട്സ് ഡെത്ത് ടു നോക്ക് അറ്റ് ഹെർ, ബട്ട് ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ്. ഇവിടെയും ആ ഒരു ഇറ്റേർണൽ ഏജിങ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഡീകമ്പോസിഷനാണ്. ദേ ഡോണ്ട് നോ വൈ ദേ ആർ ലിവിങ്. അവിടെ ഡെത്തിൻ്റെ ഒരു നോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്ന് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. ഓർ ലൈക്ക് ഒരു ഹോപ്പ് കൊടുക്കാനായിട്ട് നോക്ക് ഫ്രം ജീസസ് ഫോർ റീബർത്ത് എന്ന് നമുക്ക് സ്പിരിച്വൽ നോക്ക് ആയിട്ട് തോന്നാം.
പക്ഷേ ഇറ്റ്സ് വേസ്റ്റ്ലാൻഡ്, ടി എസ് എലിയറ്റ്സ്. സോ പോസിറ്റീവായിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദ ഡെത്ത്സ് നോക്ക്. നെക്സ്റ്റ്, വെൻ ലിൽസ് ഹസ്ബൻഡ് ഗോട്ട് demoted. Oh my god. ഇവിടെ there is again the change in voice. There is the second story coming up. So what's the second story? Yes, the lower class couples. Let's see. When Lil's husband got demoted, I said, I didn't mince my words. I said to her myself, hurry up, please, it's time. Now Albert's coming back. Make yourself a bit smart. He'll want to know what you done with that money he gave you to get yourself some teeth. He did. I was there. You have them all out, Lil, and get a nice set. He said, I swear, I can't bear to look at you, and no more can't I. I said, and think of poor Albert. He is being in the army 4 years. He wants a good time, and if you don't give it him, there's other will, I said. ഇവിടെ ഒരു വി ക്യാൻ ഫൈൻഡ് 2-3 ലേഡീസ് സിറ്റിംഗ് ഇൻ എ പബ് ആൻഡ് ടെല്ലിങ്, ഒരു നോ ഒഫൻസ് എന്തെങ്കിലും കുശുമ്പും കുന്നായ്മയും മൂന്ന് പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് ദ ടോപ്പിക് വുഡ് ബി എബൌട്ട് ദ ഫോർത്ത് പേഴ്സൺ. സോ ഇവിടെ ഒരു ഫോർത്ത് പേഴ്സൺ സ്റ്റോറിയാണ്. ആദ്യത്തെ സ്റ്റോറിയിൽ നമ്മൾ കണ്ടത് അവർ തന്നെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഹിയർ ആ ഒരു കോൺവെർസേഷൻ പോലും കാണാൻ പറ്റുന്നില്ല. ഹിയർ ദാറ്റ് ലിൽ and her husband is not represented at all. They are simply being discussed. ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കുകയാണ്. അവരുടെ മൈൻഡ് സെറ്റിലുള്ള ആ ഒരു അത്രയും അകൽച്ച കാണിക്കുന്നതാണ് ഇവിടെ. ദേ നോട്ട് ബീയിങ് ടോൾഡ് റെപ്രസെൻറ്റഡ് ഡയറക്ട്ലി ബട്ട് ബീയിങ് സിംപ്ലി ഡിസ്കസ്ഡ്. ഓക്കെ, പിന്നെ ഇവിടെ എന്താ, ഹറി അപ്പ് പ്ലീസ് ഇറ്റ്സ് ടൈം. അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഇൻട്രപ്ഷൻ കാണിക്കുകയാണ്, സ്റ്റോറിയുടെ ഇൻട്രപ്ഷൻ. വെയിറ്റ് എ മിനിറ്റ്, സ്റ്റോറിയുടെ ഇൻട്രപ്ഷൻ നമ്മൾ മുമ്പും കണ്ടതാ അല്ലേ? ഫിലോമില, യെസ്, ഫിലോമിലയുടെയിലും ഈ ഒരു സ്റ്റോറിയുടെ ഇൻട്രപ്ഷനാണ്. ഷീ ട്രൈ ടു ടെൽ ദ ട്രൂത്ത് ടു ഹെർ സിസ്റ്റർ. പക്ഷെ അവിടെ എന്താ, ഷീ ഗെറ്റ്സ് ഇൻട്രപ്റ്റഡ് ബൈ ദാറ്റ് ബാർബറസ് കിങ്. ഹി ജസ്റ്റ് കട്ട്സ് ഓഫ് ഹെർ ടങ് ആൻഡ് ഹാൻഡ്സ്. ഇവിടെയും ഈ ഒരു സ്റ്റോറിയുടെ ഇൻട്രപ്ഷൻ കാണിക്കുകയാണ്. ഓക്കെ, സോ ഷീ ടെൽസ് ദാറ്റ് ഒരു അവളെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് ടീത്ത് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഷീ വാണ്ട്സ് ദാറ്റ് സിന്തറ്റിക് ബ്യൂട്ടി നമ്മൾ ക്ലിയോപാട്രയുടെ ആ ഒരു സ്റ്റോറിയിൽ കണ്ടത് തന്നെയാണ് അല്ലേ? അപ്പോൾ സിന്തറ്റിക് ബ്യൂട്ടിക്ക് അവിടെ ഭയങ്കരമായിട്ട് വില കൊടുക്കുന്നുണ്ട് നമ്മുടെ മോഡേൺ സൊസൈറ്റി എന്ന് വീണ്ടും കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ. ദാറ്റ്സ് വൈ ഐ ടോൾഡ് എവറിത്തിങ് ഈസ് കണക്റ്റഡ് ഹിയർ ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് പാർട്ട്. So we see this poor lower class poverty stricken marriage. ഒരു വൈഫിൻ്റെ സ്ട്രഗിളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഹിയർ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസൾട്ടിങ് കൈൻഡ് ഓഫ് തിങ് ആണ്. ഇവിടെ ഹസ്ബൻഡ് പറയാം, എനിക്ക് നിന്നെ നോക്കാൻ കൂടി വയ്യ, എന്ത് വൃത്തിയാണ് നിൻ്റെ മുഖം എന്നുള്ള രീതിയിൽ ഷീസ് ഡിഗ്രേഡഡ്, ഡിമോട്ടഡ്. ഒരു വെർബൽ അബ്യൂസ് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ സ്റ്റോറി ബിഹൈൻഡ് ദിസ്. വേറൊന്നുമല്ല, ഇവിടെ 5ാമത്തെ കുട്ടിയായി എന്ന് നമ്മൾ അടുത്തതിലൊക്കെ പറയേണ്ടി വരും. ഷീ ഈസ് ഓൾമോസ്റ്റ് കിൽഡ് ഇൻ ദാറ്റ് ബർത്ത്. പക്ഷേ വി സീ സംതിങ് ഈസ് ഗോയിങ് ബിയോണ്ട് ദിസ്. ലെറ്റ്സ് സീ. ഓ, ഇസ് ദർ, ഷീ സെഡ് സംതിങ്. ഓ, ദാറ്റ് ഐ സെഡ്. Then I'll know who to thank, she said, and gave me a straight look. Hurry up, please, it's time. If you don't like it, you can get on with it, I said. Others can pick and choose if you can't. But if Albert makes off, it won't be for the lack of telling. You ought to be ashamed, I said, to look so antique, and her only 31. Let's move forward. നമുക്ക് അതും കൂടി കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. I can't help it, she said, pulling a long face. It's them pills I took to bring it off, she said. She had 5 already and nearly died of young George. The chemist said it would be all right, but I have never been the same. You are a proper fool, I said. Well, if Albert won't leave you alone, there it is, I said.
what you get married for if you don't want children. ഇവിടെ ആ ഒരു പ്ലൈറ്റ് കാണാൻ പറ്റും, പ്ലൈറ്റ് ഓഫ് ദാറ്റ് പൂർ ലേഡി. ഷീസ് പ്രഗ്നൻ്റ്, 5 വട്ടം പ്രഗ്നൻ്റ് ആയി ഗർഭിണി ആയിട്ടുള്ള ഒരു സ്ത്രീ, അത് കഴിഞ്ഞിട്ടും ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പീല് വീണ്ടും കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് പ്രോബ്ലം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ of course, when a woman gets pregnant and becomes a mother, അവിടെ ചേഞ്ചസ് ഇൻ ഹർ ബോഡി ഉണ്ടാവും. പക്ഷേ ഇവിടെ 2 കാര്യമാണ്. ഷീ വാണ്ട്സ് ടു ആക്ട് എ വൈഫ് ആൻഡ് എ വുമൺ അറ്റ് ദ സെയിം ടൈം. വൈഫ് ആവണമെങ്കിൽ എന്താ, ഇവിടെ മോഡേൺ വേൾഡാണ് ഞാൻ പറയുന്നത്. ടി എസ് എലിയറ്റിൻ്റെ ആ കെയോട്ടിക് വേൾഡിനെ കുറിച്ചിട്ടാണ്. സോ യു മസ്റ്റ് തിങ്ക് ഇൻ ദാറ്റ് വേ. ഇവിടെ വേണ്ടത് മോഡേൺ വേൾഡിൽ ഒരു പ്ലഷറാണ്. സോ ഓഫ് കോഴ്സ് ഹെർ സ്കിൻ വിൽ ബി ദാറ്റ് പ്ലഷർ സീക്കിംഗ് തിങ്. അപ്പോൾ ഷീ വാണ്ട്സ് ടു ബി ഫിസിക്കലി അപ്പീലിംഗ് ഫോർ ഇറ്റ്, ടു ബീയിങ് എ ലോയൽ വൈഫ്. അവിടെയാണ് ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിന് വില കൊടുക്കുന്നത്. ഷീ ഈസ് ബീയിങ് ഡിഗ്രേഡഡ് ഫോർ ഷീ ഈസ് നോട്ട് ദാറ്റ് ഫിസിക്കലി അപ്പീലിംഗ് ഈവൻ ദോ ഷീ ഈസ് ജസ്റ്റ് 31. അപ്പോൾ she should have 2 qualities at the same time: physically appealing for being a woman, for being a wife, and she should be able to bear children, to be a mother. അവിടെ രണ്ടും ഒരുമിച്ച് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ആ ഒരു മോഡേൺ വേൾഡിൻ്റെ ആ ഒരു തോട്ടാണ്. മിയർ സെക്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒരു അൺഎത്തിക്കൽ ആൻഡ് മോറൽ ജഡ്ജ്മെൻ്റ് ആണ് നമുക്കിവിടെ കാണാൻ പോകുന്നത്. ഇവിടെ ഫിയർ ഓഫ് ഏജിങ് എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് ആ എപ്പിഗ്രാഫിലേക്ക് തന്നെ പോവാം. ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ് അഗെയിൻ. ആ ഫിയർ ഓഫ് ഏജിങ് സംഭവിക്കുന്നത് സിബിലിൻ്റെയാണ്. ഓക്കെ, സോ ഷീ ഈസ് ഡൂംഡ് ലൈക്ക് എനിവൺ എൽസ്. നെക്സ്റ്റ് ലൈൻസ്, ദ ലാസ്റ്റ് ലൈൻസ് ഓഫ് എ ഗെയിം ഓഫ് ചെസ്. Hurry up, please, it's time. Again the interruption. Well, that Sunday Albert was home. They had a hot gammon and they asked me in to dinner to get the beauty of it hot. Hurry up, please, it's time. Hurry up, it's please time. Please, it's time. Good night, Bill. Good night, Lou. Good night, me. Good night. Ta-da. Good night, good night. Ladies, good night. Sweet ladies, good night, good night. So, ഇവിടെ ദ സ്റ്റോറി ഗെറ്റ്സ് എൻഡ്. നമ്മൾ എന്തെങ്കിലും എന്തോ പോസിറ്റീവായിട്ട് നടക്കാൻ പോകണ്ടല്ലോ, ബ്യൂട്ടി എന്നൊക്കെ പറയുന്നുണ്ട്, ഡിന്നറിന് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എഗെയിൻ ദ സ്റ്റോറി ഗെറ്റ്സ് ടു എൻ എൻഡ്. ബാർ അറ്റൻഡർ വന്നിട്ട് ടൈമായി എല്ലാവരുടെ അടുത്തും പോകാൻ പറയുമ്പോൾ ദേ ജസ്റ്റ് പാർട്സ് എവേ. സോ ദർ ആർ ഓൺലി 2 റിയാലിറ്റീസ് മൈ ഫ്രണ്ട്സ്. ആദ്യത്തേന്ന് പറയുന്നത് യു ക്യാൻ ബി ദ ക്വീൻ പീസ് ഓൺ ദ ചെസ് ബോർഡ്. ഒരു ഫുൾ അതോറിറ്റി, ഫുൾ പവർ ഒക്കെ സീക്ക് ചെയ്യാൻ പറ്റും. To seek to dominate the husband, no offense. അല്ലെങ്കിൽ we just be Ophelia type of woman who surrenders to death, suicides, because the man who loved told he doesn't want her. അപ്പോൾ ആ ഒരു ഒഫീലിയ കൈൻഡ് ഓഫ് സിറ്റുവേഷനാണ്. ടു ബോ ഔട്ട്, ടു അപ്രോച്ച് ഡെത്ത് ഓൺ യുവർ ഓൺ, suicide. Nothingness, emptiness, purposelessness. That's all from this part. Thank you.